അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഇല്ലുസ്ട്രേറ്റർ ഗേൾ എന്ന് പറഞ്ഞ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാനൊരു ഡ്രോ വിത്ത് മീ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന് മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ ഒരു നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും. ഞാൻ എൻ്റെ ഒരു ലിവിങ് റൂമിലാണ് ഞാൻ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാലോ നമ്മളിവിടെ യുഎഇയിൽ വില്ല ഷെയർ ചെയ്തിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലിവിങ് റൂം എന്ന് പറയുന്നത് ഒരു കോമൺ സ്പേസാണ്. അപ്പോൾ മുന്നേ ഇവിടെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുട്ടികളൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഇനി അതവിടെ വെക്കുന്നത് സേഫല്ല. കാരണം ഒബ്വിയസ്ലി കുട്ടികൾക്ക് കാണുമ്പോൾ ഒരു കൗതുകം തോന്നുന്ന സംഭവങ്ങളാണ് ഈ ക്രാഫ്റ്റ് ആർട്ട് മെറ്റീരിയൽസ്. അപ്പോൾ അതുമ്മൽ പൊട്ട് തട്ടുക ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇനി നമുക്കതൊരു സേഫായിട്ടുള്ള സ്പേസിലേക്ക് മാറ്റാമെന്ന്. അപ്പോൾ ഇവിടെ വില്ലയിൽ നമ്മൾ കുറച്ച് പാർട്ടീഷനും കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്റ്റോർ റൂം ഉണ്ടായി. അപ്പോൾ ഞാനതവിടെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു അത് സ്റ്റുഡിയോ ആക്കാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പണികളിലാണ്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് ഒരു പുതിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇനി നമുക്ക് ചെയ്യാം. അപ്പോൾ അതാണ് പുതിയൊരു അപ്ഡേറ്റ് ഉള്ളത്. പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഒരു അവക്കാഡോ തീമിലുള്ള ഒരു അവക്കാഡോ ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു തീമിൽ സ്റ്റിക്കർ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഞാനിതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ല കാണിക്കുന്നത്. ഡ്രോയിങ് സെക്ഷനാണ് കൂടുതലും കാണിക്കുന്നത്. ഞാൻ എപ്പോഴും ഇതിൻ്റെ ഒരു റഫായിട്ടുള്ളൊരു ഡ്രോയിങ് ഞാൻ രാത്രിയൊക്കെ കിടക്കുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് ആ ഒരു സമയമൊക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് ഐപാഡ് എടുത്തിട്ട് ഞാൻ വരച്ച് വെക്കും കുറച്ച്. കാരണം അതിനായിട്ട് നമുക്ക് അതും കൂടി വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി വീഡിയോ ആയി മാറുന്ന കാരണം ഞാൻ അങ്ങനെ ചെയ്യാറ്. പിന്നെ നമുക്ക് ടൈം കിട്ടുന്ന ആ ഒരു സമയം നോക്കിയിട്ട് ഞാൻ ഐപാഡ് എടുത്തിട്ട് ചെറുതായിട്ട് റഫായിട്ട് വരക്കും. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ പെർഫെക്റ്റ് ലൈൻസൊക്കെ അതിൻ്റെ മേലെ കൂടെ വേഗം വരച്ചെടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത്. ഞാൻ പ്രോക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഐപാഡിൽ. ഇതൊരു വൺ ടൈം പേയ്മെൻറ്റ് ആപ്പാണ്. നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണിത്. ഇതിൽ കുറേ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും നല്ല ഭംഗിയുള്ള ഷെയ്ഡ് കളേഴ്സും ഇതൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ എടുക്കുന്ന ക്യാൻവാസ് സൈസിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും നമ്മളുടെ ഡ്രോയിങ്ങിൻ്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ചെറിയൊരു ക്യാൻവാസ് എടുത്തിട്ട് അതിൽ ചിത്രം വരച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ പിക്സലായിട്ടായിട്ട് അത് കാണാൻ ഇത്തിരി ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഒരുവിധം എല്ലാവർക്കും ബേസിക്കായിട്ട് അറിയുന്നവരായിരിക്കും. മീൻസ് പ്രോക്രിയേറ്റ് യൂസ് ചെയ്യുന്നവർക്ക് ഇത് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് യൂഷ്വലി ചെയ്യാറ്. നമ്മൾ ലൈൻസ് വരച്ച് ഡ്രോയിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കളറിങ് ചെയ്യുകയാണ് ചെയ്യാറ്. പിന്നെ ഇത് ഞാൻ ഇല്ലുസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ടാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാറുള്ളത്. പിന്നെ എന്തെങ്കിലും ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനോ മറ്റോ ഉണ്ടെങ്കിൽ ഇല്ലുസ്ട്രേറ്ററിൽ വെച്ചിട്ട് തന്നെ ചെയ്യും. നമുക്കിത് ഡയറക്റ്റ് ഐപാഡിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പ്രോക്രിയേറ്റ് വെച്ചിട്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം. കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് തോന്നും. എന്നിട്ട് പിന്നെ ഔട്ട് എടുത്തിട്ട് നമ്മളുടെ ക്രിക്കറ്റ് സ്പേസിൽ സ്റ്റുഡിയോയിലിട്ടിട്ടാണ് ഞാൻ പ്രിൻ്റ് എടുത്ത് അത് കട്ട് ചെയ്യാറുള്ളത്. ഈ നമ്മളുടെ ക്രിക്കറ്റ് പേപ്പർ കട്ടിങ് മെഷീൻ്റെ ഒക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. എനിക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്. പിന്നെ ഞാൻ മലയാളത്തിൽ കണ്ടിട്ടുമില്ല കേട്ടോ അങ്ങനത്തെ വീഡിയോസൊക്കെ. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ അതൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഫസ്റ്റിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് വോയിസ് ഓവർ കൊടുക്കുന്ന വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോൾ ശരിക്കും ഞാൻ ഇംഗ്ലീഷിലാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ ബ്രദറിന് ഇതേപോലെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആൾ നാട്ടിലാണ്. അപ്പോൾ ആളിനായിട്ട് കുറച്ച് കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം എനിക്ക് കുറച്ച് മലയാളി സബ്സ്ക്രൈബേഴ്സാണ് കിട്ടിയത്. പിന്നെ ഞാൻ സബ്സ്ക്രൈബേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഫുൾ മലയാളീസ്. പിന്നെ ഞാൻ ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്യുന്നതിൽ വലിയ കാര്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ട് അങ്ങനെ ഞാൻ മാറ്റിയതാണ്, മലയാളത്തിലേക്ക് ആക്കിയത്. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് മെഷീൻസ് ഇപ്പോൾ സബ്ലിമേഷൻ പ്രിൻറ്റേഴ്സ് ആണെങ്കിലും ഇപ്പോൾ
പേപ്പർ കട്ടിങ് ക്രിക്കറ്റ് മെഷീനാണെങ്കിലും സബ്മിഷൻ പ്രസ് ഉണ്ടല്ലോ, ഹീറ്റ് പ്രസ്, അതൊന്നും ഞാൻ മലയാളം വീഡിയോസിൽ അങ്ങനെ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഞാൻ കാണാത്തതുകൊണ്ടായിരിക്കും, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുള്ളപ്പോൾ മലയാളം വീഡിയോസ് അതിൻ്റെ ഇല്ലാനും, അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ മലയാളത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ ഗ്രോസറീസൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. കുറേ നേരമായില്ലേ റൂമിൽ തന്നെ വരക്കാനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നടക്കുകയും ചെയ്യാം, ഗ്രോസറീസ് മേടിച്ചിട്ട്. പിന്നെ ഇത് ഏകദേശം ഈവനിങ് ആയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ വിൽക്കാനായിട്ട് വരാമല്ലോ, അപ്പോൾ അതിനായിട്ട് നടന്നതാണ്. ഇത് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു നിയർ ബൈ ഹോസ്പിറ്റലാണ്. കുറച്ചേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് നടക്കാൻ. പിന്നെ ഞാൻ ആദ്യം കലീജ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു മാളുണ്ട്, ഒരു ചെറിയൊരു മാളുണ്ട് ഇവിടെ നിയർ ബൈ. അപ്പോൾ ഞാൻ അവിടെ പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പോൾ അതിനായിട്ട് ഇറങ്ങി നടന്നതാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ അത് ആക്ച്വലി ഒരു അബായ സെൻറ്ററാണ്, അബായ മാളാണ് ആക്ച്വലി അത്. അതിൽ വിവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു സെക്ഷൻ ഉണ്ടെന്ന് മാത്രം, ഈ ഗ്രോസറീസ് ഇതൊക്കെ ആയിട്ട്. പക്ഷെ അത് നമുക്കത്ര കംഫർട്ടബിൾ ആയിട്ടുള്ളതല്ല. കാരണം അത് അറബ്സിന് വേണ്ടിയിട്ടൊക്കെ അവർക്കൊക്കെ പറ്റുന്നുണ്ടാവുള്ളൂ. നമ്മളുടെ ഇന്ത്യൻ സ്പൈസസ് ഗ്രോസറീസ് അതൊക്കെ വളരെ കുറവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു 1/2 കിലോമീറ്ററും കൂടി ഉണ്ട്, തികച്ചില്ല, അറേബ്യൻ സെൻറ്റർ. അതിന് ലുലു ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ പിന്നെ ലുലുവിൽ എല്ലാ സാധനങ്ങളും കിട്ടുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഗ്രോസറീസ് മേടിച്ച് തിരിച്ചു പോന്നു. പിന്നെ ഇപ്പോൾ ഇത് ഞാൻ വന്നതിന് ശേഷം ഓർത്തത്, ഇന്ന് എനിക്ക് ക്ലയൻറ്റിന് ഒരു വർക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമായിരുന്നു. ജസ്റ്റ് ഒരു പോസ്റ്റർ ഡിസൈനാണ്. അവർ കുറച്ച് പെർഫ്യൂംസ് നമുക്ക് അയച്ചു തരും. അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക, അവരുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റും കൂടി അതിൽ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അവരുടെ ആ കമ്പനിയുടെ സ്വന്തം പെർഫ്യൂംസ് അല്ല, അവർ വേറെ ആളുടെ നിന്ന് പെർഫ്യൂംസ് മേടിച്ചിട്ട് അത് പിന്നെ അവരുടെ പേജിലിട്ടിട്ട് റീസെല് ചെയ്യും അങ്ങനെ. അപ്പോൾ ഇത് നമ്മൾ അതുപോലെ തന്നെ ഒരു ഫൈനൽ ഔട്ട് നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ഒരു പ്രിൻ്റ് ഫയലാക്കിയതിന് ശേഷം നാട്ടിലുള്ളൊരു സ്കൂളിന് വേണ്ടിയിട്ടാണ്, UKG LKG സ്കൂളിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ടെക്സ്റ്റ് ബുക്കാണ്. 2 ഡിസൈനേ ഉള്ളൂ, അതിൻ്റെ 3 കളർ വേരിയൻറ്റ്സ് വെച്ചിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഫൈനലാക്കിയിട്ട് അയച്ചു കൊടുത്തതാണ് ഞാൻ. അത് ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ കൂടെ കാണിച്ചെന്ന് മാത്രം. പിന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പോസ്റ്റർ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി അറ്റാച്ച് ചെയ്തിട്ട് അത് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ഡിസൈൻ സെക്ഷൻ. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അടിപൊളിയാണ്. നാട്ടിലത്തെ ഒരു വൈബാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ കാറ്റ്, മഴ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചൊരു ഈ ഒരു ഏപ്രിൽ സ്റ്റാർട്ടിങ് മുതലേ ഉണ്ട് നമുക്ക് ചെറിയൊരു ചാറ്റൽ മഴ. ചില ദിവസം നല്ല മഴയുണ്ട്, ചില ദിവസം ഒരു ചാറ്റൽ മഴ, കാറ്റൊക്കെ ആയിട്ട്. അപ്പോൾ മോള് കമ്പ്യൂട്ടർ കൈക്കലാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞാനൊന്ന് ബ്രേക്ക് എടുത്തതാണ്. അവളവിടെ കളിക്കണിരുന്നിട്ട്. നമ്മൾ സ്ക്രീൻ ടൈമൊന്നും അങ്ങനെ കൊടുക്കാറില്ല, പക്ഷേ ഇതിങ്ങനെ കാണുമ്പോൾ അവളവിടെ ജസ്റ്റ് കയറി ഇരുന്ന് നമ്മളൊക്കെ കാണുന്ന പോലെ അവൾ ചെയ്യുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ ആ സ്റ്റിക്കർ ഷീറ്റിൻ്റെ ഫൈനൽ പാർട്ടിലേക്ക് കിടക്കുകയാണ്. ജസ്റ്റ് നമ്മൾ ഓരോ സ്റ്റിക്കേഴ്സിനും നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയേഴ്സ് വൈറ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വളരെ പ്രിസൈസായിട്ടുള്ള സെക്ഷൻസൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അത് ഇങ്ങനെ ചുളുങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് കിട്ടാം. പിന്നെ ഞാനിത് ഇല്ലുസ്ട്രേറ്ററിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഞാൻ ക്രിക്കറ്റിൻ്റെ തന്നെ കട്ടിങ് ഡിസൈൻ സ്പേസിൽ വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് പ്രിൻ്റ് എടുത്ത് പിന്നെ ഒരു സ്റ്റിക്കർ കട്ടിങ് മാറ്റിലേക്ക് അത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശം ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഇത് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അതെല്ലാം നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. എനിക്ക് ഈ സ്റ്റിക്കർ ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഈ സ്റ്റിക്കറൊന്നും മെഷീനിലൊന്നും ഒട്ടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായ കാരണം ജസ്റ്റ് ഞാനൊന്ന് ഒട്ടിച്ചെന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ ബൈ.